കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം. ഞാൻ കാതികൻ ആർ സുരേഷ് ശങ്കർ. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ അനേകം വേദികളിൽ, ഗുരുവായൂർ വരെ, ഗുരുവായൂർ, വൈക്കം, വലിയ എല്ലാ വേദികളിലും, പ്രധാനപ്പെട്ടതല്ലാത്ത വേദികളിലും, അനേകം വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജ്യോത്സ്യനും കൂടിയാണ്. രണ്ടും എനിക്ക് ചെയ്യാൻ തടസ്സമൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഒരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. കൂടാതെ ഗാനരചനയ്ക്ക് 2014 സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു പുരസ്കാരമുണ്ട്. ഈ വർഷം ഞാൻ പുതിയൊരു കഥ 2026 കഥ തയ്യാറാക്കിയിരിക്കുകയാണ്. വ്യാസൻ പറഞ്ഞ കഥ. കഴിഞ്ഞ വർഷം ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു, അനേകം വേദികളിൽ, ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു കഥയാണ് ഡോക്ടർ നമ്പൂതിരി കൃഷ്ണായനം. അത് രോഗശമനത്തിന് വേണ്ടി ഗുരുവായൂർ വെച്ചവരുണ്ട്, മറ്റു ദോഷങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, പ്രശ്നപരിഹാരമായിട്ട് ശത്രുദോഷത്തിന് വെച്ചവരുണ്ട്. കൃഷ്ണായനം കഥാപ്രസംഗം ഗുരുവായൂർ ആൾക്കാർ ഒരുപാടായിട്ട് വയ്ക്കാറുണ്ട്. അതുകൂടാതെ ഗുരുവായൂർ കമ്മിറ്റി എന്നെ കൃഷ്ണായനം പറയാനായിട്ട് തിരഞ്ഞെടുക്കുകയും ഞാൻ ആ കഥ പറഞ്ഞ് അഡ്മിനിസ്ട്രേറ്ററോട് നിങ്ങളുടെ പരിപാടി സൂപ്പറായെന്ന് പറഞ്ഞു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അങ്ങനെയാണ് കഥാപ്രസംഗം അനേകം കഥകൾ, ഒത്തിരി കഥകൾ ഞാൻ പറഞ്ഞു. അലാറ്റുൻ്റെ യക്ഷി, വിമനത്തിനോട് വിധംലേഖനം, ഈ കൃഷ്ണായനം, കർണൻ, കാദംബരി. അതുപോലെ തന്നെ ഈ വർഷം 2026 തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കഥയാണ് വ്യാസൻ പറഞ്ഞ കഥ. വളരെ നല്ലൊരു കഥയാണത്. ഞാൻ ജ്യോതിഷവും കഥാപ്രസംഗം ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. രണ്ടല്ല, ജ്യോതിഷം അറിയാവുന്നതുകൊണ്ട് എനിക്ക് കഥാപ്രസംഗത്തെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ കഴിവുകളുണ്ട്. കൂടാതെ ഗാനങ്ങൾ രചിക്കുന്നത് ഞാനാണ്, അതിന് സംഗീതം കൊടുക്കുന്ന ഞാനാണ്. ഇതെല്ലാം എനിക്ക് ഈശ്വരൻ തന്ന ഒരു ഡിവൈൻ ഗിഫ്റ്റാണ്, ഒരു കഴിവാണ്. അത് ഞാൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു. കഥാപ്രസംഗത്തിനായിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം. എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. കൂടാതെ ജ്യോതിഷം നോക്കാറുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. രണ്ടും എനിക്കൊരുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഗുരുവിൻ്റെ കഴിവും ഈശ്വരന്മാരുടെ കഴിവും കൊണ്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും സമീപിക്കാം, എന്നെ വിളിക്കാം.